ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് രസം തയ്യാറാക്കിയാലോ. അതിനായി ഒരു പിടി പിഴിഞ്ഞ പുളിവെള്ളത്തിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി, അതുപോലെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 5-6 ചീരുള്ളി, അതുപോലെ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായി ഒരു ചട്ടി ഗ്യാസിന്മേൽ വെച്ച് നല്ല ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ 5 മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകവും കായവും വറുത്ത് പൊടിച്ച് വെച്ചതാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിടി ചപ്പും കൂടി ചേർക്കുക. എന്നിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അടിപൊളി സ്വാദിഷ്ടമായ രസം തയ്യാറായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ.